5 മിനിറ്റ് ഇസ്ലാമിലേക്ക് സ്വാഗതം. ഞാൻ സലീം പുന്നോൽ. സയൻസും ഖുർആനും ഏറ്റുമുട്ടുമോ? നിർവചനമനുസരിച്ച് ശാസ്ത്രം എന്നത് ഭൗതിക ലോകത്തിൻ്റെ ഘടനയെയും പ്രവർത്തനങ്ങളെയും കുറിച്ചുള്ള പഠനമാണ്. ഭൗതിക ലോകത്തിൽ നിന്നും നിരീക്ഷണങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും ശേഖരിക്കുന്ന അറിവുകളാണ് സയൻസിൻ്റെ ആധാരം. ഇങ്ങനെ ശേഖരിച്ച അറിവുകൾ ഒരു സിദ്ധാന്തത്തിലൂടെ വിശദീകരിക്കുന്നതാണ് സയൻസ്. സിദ്ധാന്തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന നിരീക്ഷണ സാധ്യതകളില്ലാത്ത കാര്യങ്ങൾ യാഥാർത്ഥ്യങ്ങളല്ല. അവ കൃത്യമായി പ്രവർത്തിക്കുന്നു എന്ന അനുഭവം നൽകുന്ന ഉപയോഗപ്രദമായ മാതൃകകൾ, മോഡലുകൾ മാത്രമാണ്. ഒരേ നിരീക്ഷണങ്ങൾ തന്നെ വ്യത്യസ്ത സിദ്ധാന്തങ്ങളിലൂടെ വിശദീകരിക്കുവാൻ പറ്റും. ക്വാണ്ടം പ്രതിഭാസങ്ങളുടെ വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ ഉദാഹരണം. സയൻസ് അഭൗതികമായ അറിവുകളുടെ കാര്യത്തിൽ നിശബ്ദമാണ്. അതായത് സയൻസ് വിശദീകരിക്കുന്ന പ്രപഞ്ചം നമുക്ക് നിരീക്ഷിക്കുവാനും അളക്കാനും പരീക്ഷണങ്ങൾ നടത്തുവാനും സാധ്യമായ ഭൗതിക ലോകത്തിനെക്കുറിച്ചുള്ള പ്രവർത്തിക്കുന്ന മാതൃകകളിൽ പരിമിതമാണ്. ശാസ്ത്രീയ വിജ്ഞാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ദൈവാസ്തിത്വം, അത്ഭുത പ്രതിഭാസങ്ങൾ, മരണാനന്തര ജീവിതം തുടങ്ങിയവ നിഷേധിക്കുന്നത് പച്ച ആപ്പിളുകൾ മാത്രം ശേഖരിച്ചവയിൽ ചുവന്ന ആപ്പിളുകൾ തിരയുന്നത് പോലെയാണ്. നിരീക്ഷണ പരീക്ഷണങ്ങളിൽ ആവർത്തിക്കപ്പെടുന്നതായി കാണുന്ന പ്രതിഭാസങ്ങൾ അടിസ്ഥാനമാക്കിയാണ് സയൻസ് പ്രപഞ്ച നിയമങ്ങൾ കണ്ടെത്തുന്നത്. ബർട്രാൻഡ് റസൽ ഉദാഹരിച്ചതുപോലെ ആവർത്തിക്കപ്പെടുന്ന അനുഭവങ്ങളിലൂടെ സൂര്യൻ ഉദിച്ചാൽ ഉടമസ്ഥൻ വന്ന് ഭക്ഷണം വിളമ്പും എന്ന സിദ്ധാന്തമുണ്ടാക്കിയ കോഴികൾ ഒരു ദിവസം ഉടമസ്ഥൻ വന്ന് കശാപ്പ് ചെയ്യുമ്പോഴാണ് തങ്ങളുണ്ടാക്കിയ സിദ്ധാന്തം തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കുക. ശാസ്ത്ര സിദ്ധാന്തങ്ങൾ വിജയകരമായി പ്രവർത്തിക്കുന്നു എന്നത് അവ യഥാർത്ഥ പ്രപഞ്ച സത്യങ്ങളാണെന്ന് സ്ഥാപിക്കുന്നില്ല. പ്രപഞ്ചം എന്നും നിലനിന്നിരുന്നു, സൂര്യൻ ചലിക്കുന്നില്ല, ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ എന്നിവയെല്ലാം പ്രവചിക്കപ്പെട്ടതുപോലെ പ്രവർത്തിക്കുന്ന സിദ്ധാന്തങ്ങളായിരുന്നു. തെറ്റാണെന്ന് സ്ഥാപിക്കപ്പെട്ട ഫ്ലോജിസ്റ്റൺ സിദ്ധാന്തമനുസരിച്ച് കണ്ടുപിടുത്തങ്ങൾ പോലും നടത്തിയിരുന്നു. ഭൗതികമായ കാര്യകാരണ ബന്ധം കൂടാതെ ഒന്നും സംഭവിക്കില്ല എന്ന അനുമാനത്തിൽ നിന്നുകൊണ്ടാണ് ശാസ്ത്രപഠനങ്ങളുടെ തുടക്കം. അതുകാരണം ഒരുവിധ അത്ഭുത പ്രതിഭാസങ്ങളും സയൻസ് അംഗീകരിക്കുന്നില്ല. ശാസ്ത്ര പഠന രീതി കെട്ടിപ്പടുത്തിരിക്കുന്നത് തന്നെ ശാസ്ത്രീയമായി തെളിയിക്കാൻ പറ്റാത്ത അനുമാനങ്ങളിൽ നിന്നുകൊണ്ടാണ്. ഗണിതശാസ്ത്രം, ലോജിക്, പ്രപഞ്ചത്തിൽ എല്ലായിടത്തും എല്ലാ കാലത്തും പ്രപഞ്ച നിയമങ്ങൾ മാറ്റമില്ലാതെ നിലനിൽക്കുന്നു തുടങ്ങിയവ ഒന്നും ശാസ്ത്രീയ രീതിയിൽ തെളിയിക്കാനാവില്ല. ചുരുക്കത്തിൽ ശാസ്ത്രം എന്നത് ഭൗതിക ലോകത്തുള്ള പ്രതിഭാസങ്ങളുടെ പഠനമാണ്. അത് പ്രവചിക്കുന്നത് പോലെ പ്രവർത്തിക്കുന്നതും മനുഷ്യന് ഉപയോഗപ്രദവുമാണ്. എന്നാൽ ശാസ്ത്ര സത്യങ്ങൾ പരമമായ സത്യങ്ങളല്ല. തെളിയിക്കപ്പെടാനാവാത്ത അനുമാനങ്ങളുടെയും അപൂർണമായ നിരീക്ഷണങ്ങളുടെയും ഊഹങ്ങൾ മാത്രമായ സിദ്ധാന്തങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഉള്ളവയാണ്. പൂർണ്ണമായ അറിവിൻ്റെ ഉറവിടം പ്രപഞ്ച സൃഷ്ടാവാണ്. ഒരു മുസ്ലിം അദൃശ്യമായവയിൽ വിശ്വസിക്കുന്നവനാണ്. അദൃശ്യങ്ങൾ തെളിവുകൾ ഇല്ലാത്തവയല്ല, തെളിവുകളുടെ ഉറവിടം ശാസ്ത്രമല്ല എന്ന് മാത്രം.